പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മോടൊപ്പം നമ്മുടെ ഈശോ ഉണ്ട്. നമ്മുടെ സങ്കടവും വേദനയൊക്കെ അറിയാവുന്ന കർത്താവ്, നമുക്ക് ആശ്വാസം തരാൻ കഴിവുള്ള കർത്താവ്, കരുണയുടെ കയറയച്ച് മക്കളെ വീണ്ടും ഉയർത്തുന്ന ദൈവം. ഈ നിമിഷങ്ങളിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് ഇത്ര ചേർന്ന് നിൽക്കുന്നത് പോലെ, എൻ്റെ ദൈവം ഇത്രമാത്രം എൻ്റെ അരികിലേക്ക് വരുന്നത് പോലെ മറ്റേത് ജനതയ്ക്കാണ് ദൈവം അടുത്തുള്ളത്. തിരുബോധ്യത്തിൻ്റെ ശക്തി ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. ഈശോ മക്കളെ സ്നേഹിച്ച് 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 സ്വർഗത്തോളം മക്കളെ എപ്പോഴും ഉയർത്തുന്ന ദൈവം നമ്മുടെ സങ്കടങ്ങളിലേക്കും നമ്മുടെ ദുർബല ബലഹീന പ്രകൃതികളിലേക്കും വീണ്ടും വീണ്ടും കടന്നു നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ എൻ്റെ പരിമിതികളെ അറിയുന്ന ദൈവം, എൻ്റെ കണ്ണുനീര് കാണുന്ന തമ്പുരാൻ എൻ്റെ കുറവുകളിലേക്ക് ഇന്ന് ദിവസം കടന്നു വരുന്നു. എൻ്റെ നമ്പലുകളെ ഏറ്റെടുക്കുന്നു. എൻ്റെ രോഗ അസ്വസ്ഥതകളിലേക്ക് കർത്താവിന്റെ സൗഖ്യദായക ശക്തി ഇന്ന് പ്രത്യേകം നിറയുന്നു. എൻ്റെ കുറവുകൾ, എൻ്റെ പാപാവസ്ഥകള്, എൻ്റെ മലിനതകള്, എൻ്റെ അശുദ്ധി എല്ലാം ഈശോ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി എന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ എല്ലാ വിധത്തിലും നമ്മുടെ കാരുണ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ഈശോ മക്കളെ ക്ഷണിക്കുന്നു. തന്റെ തിരുഹൃദയത്തിന് അരികിലേക്ക് നിരന്തരം ചേർന്ന് വരാൻ ഈശോ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യ നാഥൻ ഈശോയുടെ തിരുഹൃദയ സാന്നിധ്യമാണ്. ഉച്ചിതനായ ഈശോയാണ്. തിരുബോധ്യത്തോടെ എല്ലാ മക്കളും ഈ ആശ്വസിപ്പിക്കുന്ന തമ്പുരാന്റെ അടുത്തേക്ക് ഹൃദയപൂർവ്വം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ചേർന്ന് നിന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ മക്കളും വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ, ഈശോയെ അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ആശ്വാസത്തിനായി നമ്മൾ ഈ ഭൂമിയിൽ പലപ്പോഴും മറ്റു പലയിടങ്ങളിൽ അന്വേഷണം നടത്തുന്നവരാണ്. സമ്പത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്, ജഡത്തിന്റെ സന്തോഷങ്ങളിൽ നൈമിഷികതകളിൽ ആശ്രയിച്ച് അതിലൂടെ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. സ്വന്തം കഴിവിലും സ്വന്തം വലിപ്പത്തിലും ആശ്രയിച്ച് വല്ലാതെ ചെറുതായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ നമ്മുടെ തമ്പുരാൻ നമ്മളെ വിളിക്കുകയാണ്, ആശ്വാസത്തിന് നീ മറ്റെവിടേക്കും നോക്കരുത്, അനുഗ്രഹത്തിന് നീ മറ്റൊരു ദിക്കിലേക്കും പോകരുത്, ജീവിക്കുന്ന തമ്പുരാന്റെ അടുത്തേക്ക് വരണമെന്ന് ഈശോ ക്ഷണിക്കുമ്പം പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്റെ ഈശോയിലേക്ക്, ഞാൻ എന്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എന്റെ കുടുംബത്തിന്റെ തമ്പുരാനിലേക്ക് തിരിയുന്നു. എന്റെ യേശുവേ വിളിക്കുന്നു. എല്ലാ മക്കളും ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ ദാഹത്തോടെ ഈശോയെ, ഈശോയെ അവിടുത്തെ പരിശുദ്ധനാമം, അവിടുത്തെ പരിശുദ്ധനാമം, അവിടുത്തെ പരിശുദ്ധനാമം ശക്തിയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോയുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഉച്ചിതനായ ഈശോ, ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ഈശോ ഇന്ന് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുസഭയിൽ തിരുവചന ശുശ്രൂഷകൾ നടത്തപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നിരന്തരം തിരിച്ചറിയണം. ഇവിടെ പൊള്ളച്ചൻ സംസാരിക്കുന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് തിരുസഭയുടെ ഔദ്യോഗിക കൂട്ടായ്മയിൽ പങ്കുചേർന്ന് നമ്മൾ പങ്കുവയ്ക്കപ്പെടുമ്പം, തിരുവചനം ശ്രവിക്കുമ്പം അത് ഉച്ചിതനായ ഈശോ സംസാരിക്കുന്നു തിരിച്ചറിയണം. അതുകൊണ്ടാണ് തിരുവചനം ശുശ്രൂഷ നിർവഹിക്കുന്ന സമയങ്ങളിൽ കർത്താവിന് വലിയ ശക്തിയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാരണം അവിടെ ഈശോ വന്നു. പത്രോസിന്റെ നിഴൽ വീണ വഴികളിൽ രോഗികൾ സൗഖ്യപ്പെട്ടു. എന്ത് പറ്റിയ നിഴലിന്? ഈശോ വന്നു.
ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു, ആത്മാവിന്റെ ചൈതന്യം വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ വചനം പങ്കുവെക്കുമ്പോൾ ഓരോ മകനും മകളും തിരിച്ചറിയട്ടെ, ഈശോ ഇവിടെയുണ്ട്. ദിവ്യകാരുണ്യനാഥൻ വചനത്തിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. വചനത്തിലൂടെ എന്നെ സുഖപ്പെടുത്തുന്നു. വചനത്തിലൂടെ എന്റെ മുറിവുകൾക്ക് സൗഖ്യം തരുന്നു. എന്റെ മനസ്സിലെ ആകുലതകള്, നിരാശ, ഭയപ്പാടുകള്, സംശയങ്ങള് ഈശോ ദൂരീകരിക്കുന്നു. എന്റെ ഇന്നത്തെ അവസ്ഥ ഈശോ എനിക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നു. ഏത് വിധത്തിൽ ദൈവസന്നിധിയിലേക്ക് നീ ഉയരണമെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അതിന് ബോധ്യത്തോടെ ജീവിക്കുന്ന ഈശോയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഈ സമയം ഈ പരിശുദ്ധ കൂടാരത്തിലുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഒരിക്കൽ കൂടി മക്കൾ രണ്ട് കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന ഈശോയ്ക്ക് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ധ്യാനഭവനം മുഴുവൻ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നാമത്തോടെ പ്രാർത്ഥിക്കാം. 4 ദിക്കുകളിലേക്കും കർത്താവിന്റെ വലിയ സാന്നിധ്യം, തമ്പുരാന്റെ മാലാഖമാരുടെ വലിയൊരു വലയം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ കാണുന്ന മക്കൾ പ്രത്യേകമായിട്ട് ഈശോയുടെ സ്നേഹം, സൗഖ്യം, വിമോചനം, വിശുദ്ധീകരണ അനുഭവിക്കാൻ ആഗ്രഹിക്കാം. ഈ ഭവനത്തിലേക്ക് ജീവിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ സാന്നിധ്യം അമ്മ മറിയത്തെ ഒരിക്കൽ കൂടി ഈ സമയം നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ക്ഷണിച്ച് ഹൃദയത്തിൽ മക്കൾ പ്രാർത്ഥിക്കട്ടെ. അമ്മ മറിയമേ, ഞങ്ങൾ പ്രിയപ്പെട്ട അമ്മേ, സ്വർഗത്തിന്റെ രാജ്ഞി, ഈ സമയം തിരുക്കുമാരനെ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന അമ്മേ, ഈ സമയം ഞങ്ങളെയും ഇതിനാഥിലേക്ക് ഉയർത്തണമേ. ഞങ്ങളുടെ മനോവ്യാപാരങ്ങളെ തമ്പുരാനിൽ ഉറപ്പിക്കണമേ. ദൈവവചനം അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനുള്ള ആത്മീയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ വിധത്തിലും ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നേടുതരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോമിശിഹായ്ക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കരുണയുടെ വിശുദ്ധ വർഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ നമ്മളെ ഹൃദയങ്ങൾ ഏറ്റവും അധികം ആശ്വാസം അനുഭവിക്കേണ്ടത് എൻ്റെ ഈശോ എന്നെ കരുണയോടെ നോക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. എൻ്റെ ഈശോ എന്നെ, എൻ്റെ കുടുംബത്തെ ഇത്തിരി കാരുണ്യത്തോടെ നോക്കുന്നുണ്ട്. ഈ വർഷം തിരുസഭ പ്രത്യേകമായിട്ട് തമ്പുരാന്റെ കാരുണ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കാരുണ്യത്തിൽ നമ്മൾ മുങ്ങിക്കുളിക്കണമെന്ന് നമ്മളെ പ്രത്യേകമായി അങ്ങനെ ദാഹത്തോടെ മക്കൾ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ആ കൃപയിൽ ചേർന്ന് നിൽക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുമ്പം, തിരുസഭ നമ്മളെ ക്ഷണിക്കുമ്പം നമ്മൾ ഓരോരുത്തരും ഇത് വ്യക്തിപരമായിട്ട് അനുഭവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തിപരമായി ഇത് വലിയ ആഘോഷമായിട്ട് അങ്ങ് കടന്നു പോവുകയല്ല. വ്യക്തിപരമായി എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ തമ്പുരാന്റെ കാരുണ്യത്തെ ഞാൻ അനുഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ ഈശോയുടെ കാരുണ്യം നമ്മളെല്ലാവരും അനുഭവിച്ച് നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ കാരുണ്യം പ്രത്യേകമായി ചേർത്ത് തമ്പുരാന്റെ കാരുണ്യത്തിന്റെ അഭിഷേകം കൊണ്ട് നമ്മുടെ കുടുംബവും നിറയപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. സമൂഹപരമായി ഈശോയുടെ കാരുണ്യം നമ്മൾ അനുഭവിച്ച് ഈശോ ഞങ്ങളുടെ സമൂഹത്തെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ നോക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന നമ്മൾ കർത്താവിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദിവ്യ കാരുണ്യം, ഈശോയുടെ സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത സ്വർഗത്തിന്റെ വലിയ കാരുണ്യത്തിന്റെ എന്ന് എപ്പോഴും മക്കളോടൊപ്പമുള്ള അവിടുത്തെ സാന്നിധ്യത്തിന്റെ എന്നേക്കുള്ള വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് ഈ സമയം ദിവ്യകാരുണ്യത്തോട് ചേർന്ന് തിരുവചനം ശ്രദ്ധിക്കുന്ന നമ്മളിലേക്ക് തമ്പുരാന്റെ കാരുണ്യം നിറയപ്പെടാൻ എല്ലാവർക്കും ദാഹത്തോടെ ആഗ്രഹിക്കാം.
ബൈബിളുള്ളവര് വിലാപങ്ങളുടെ പുസ്തകം എടുക്കുക. ബൈബിളുള്ളവര് അല്ലാത്തൊരു വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയത്തില് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ കാരുണ്യത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ ചില പോരായ്മകൾ, പരിമിതികൾ ഒക്കെ നിലനിൽക്കുന്നുണ്ടാവാം. ദൈവ കാരുണ്യത്തിലേക്ക് ഹൃദയം തുറക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. അതിൽ ഇങ്ങനെയാണ് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഒത്തിരി സംഘടനകളുടെ നടുവിൽ ഇസ്രായേൽ കടന്നുപോയപ്പോൾ അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു, അവരുടെ കുഞ്ഞുങ്ങൾ അമ്മമാരുടെ മുമ്പിൽ വെച്ച് വധിക്കപ്പെട്ടു, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം പിച്ച് ചീന്തപ്പെട്ടു. ആ അവസ്ഥയിലൂടെ വല്ലാതെ നുറുങ്ങല് ഇനി തങ്ങൾക്ക് ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ജനത തമ്പുരാനിലേക്ക് യഥാർത്ഥത്തിൽ കണ്ണുയർത്തി ഈ കുറവുകൾ തങ്ങൾക്ക് സംഭവിച്ച തങ്ങളുടെ പാപങ്ങൾ മൂലമാണെന്ന് തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന പുസ്തകം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ചില നേരങ്ങളിൽ ജീവിതമല്ലാതെ വിഷമവും അനുഗ്രഹമല്ലാത്ത അവസ്ഥ, ഒന്നിന് പിന്നാലെ ഒന്നായിട്ടുള്ള ചില ദുരിതങ്ങള്, സങ്കടങ്ങള്, നിലവിളികള്, നെഞ്ചിലെ ഭാരം മാറാത്ത ചില രോഗാവസ്ഥകൾ ഒക്കെ ആയി ജീവിതം ചില നേരങ്ങളിൽ വല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകം നമുക്ക് വീണ്ടും പ്രത്യാശ തരിക. ഈ ഇസ്രായേൽ കടന്നുപോയ അവസ്ഥകളുടെ ഒരു സൈഡിൽ പോലും നമ്മൾ അത് എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ സംഘടനകളുടെ വലിയ നടുവിലും സ്വന്തം അമ്മമാരുടെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങളെ അവർ കാലിൽ പിടിച്ച് തലക്ക് കല്ലിലടിച്ച് കൊല്ലുന്ന സാഹചര്യങ്ങളിലൂടെ ഇസ്രായേൽ കടന്നുപോയ സമയത്തും പ്രവാചകന് ആ ഒരു ജനതയെ ബലപ്പെടുത്താൻ തമ്പുരാനിലേക്ക് കണ്ണുയർത്താൻ പറഞ്ഞ് എല്ലാവരും ക്ഷണിക്കുക. ആ നേരങ്ങളിൽ അവർ കണ്ണുനീരോടെ വിലാപത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയം പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരെ ചെയ്യേണ്ട, ഇത്രയും കുറവും പോരായ്മയും പരിമിതിയുള്ള മനുഷ്യന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ വചനം വല്ലാതെ ശ്രദ്ധിക്കണം. ദൈവ കരുണ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളും ഈ വചനം ഒത്തിരി ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ശ്രദ്ധിക്കണം. വെറുതെ നമ്മൾ ദൈവമേനെ വിളിച്ചതുകൊണ്ട് മാത്രം അനുഗ്രഹം കിട്ടുകയില്ല. നമുക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം വേണമെങ്കിൽ നമ്മുടെ വഴികൾ, നമ്മുടെ ജീവിതം സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കണം. അനുഗ്രഹത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവുകളെ ഞാൻ പരിശോധിക്കണം. എൻ്റെ തമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേക ചാല് ഞാൻ തന്നെ അടച്ചു വെച്ചിരിക്കുന്ന സ്വാധീനങ്ങൾ ഞാൻ പരിശോധിക്കണം. ഇന്ന് ഞാൻ ഏതവസ്ഥയിലാണ് എന്റെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കണം. മനസ്സിൽ ദേഷ്യവും വെറുപ്പും കലഹവും നിറയെ അനുസരണക്കേടും നിറയെ ലോകത്തിന്റെ ദുരയും ദുസ്വാധീനങ്ങളുമായി പ്രാർത്ഥിക്കാനിരുന്ന പ്രാർത്ഥനയുടെ കൃപ നിറയുകയല്ല. അല്പം കൂടി എന്റെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് ഒന്ന് നോക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. തമ്പുരാന്റെ മുമ്പിലിരുന്ന് ഞാൻ എന്റെ ജീവിതത്തെ സൂക്ഷ്മതയോടെ പരിശോധിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിന്റെ വെട്ടം വന്ന് വീഴേണ്ട ഇടങ്ങൾ ഇനിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഈ സമയം പ്രത്യേകം വചനത്തിലൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്ന നമ്മൾ കർത്താവിന്റെ വെട്ടത്തിലൂടെ ആഗ്രഹിക്കട്ടെ. എന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ വെട്ടം കടന്നു വന്നിട്ട് എന്റെ ദൈവമേ എന്നെ അങ്ങ് പരിശോധിക്കണമെന്ന് ഓരോ മകനും മകളും ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിൽ കർത്താവിന്റെ വെട്ടം ഒന്ന് നിറയുമ്പോൾ എന്റെ പരിമിതികൾ, എന്റെ ഇല്ലായ്മകൾ, എന്റെ കുറവുകൾ, എന്റെ പാകപ്പിഴവുകൾ ഒക്കെ എനിക്ക് എന്റെ ദൈവം വെളിപ്പെടുത്തി തരും. അതിലൂടെ കർത്താവിന് മുമ്പിൽ കണ്ണുനീര് പൊഴിക്കാൻ, തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ വിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ശക്തി കിട്ടും. അതുകൊണ്ടാണ് ഇതിന്റെ 2ാം ഭാഗം വളരെ വ്യക്തമായി പറയുന്നത്. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്താം. കുറവുള്ള ഞാൻ എന്താ ചെയ്യേണ്ടത്? കുറവുമായി വീണ്ടും തുടർന്ന് ജീവിക്കുകയാണോ ചെയ്യേണ്ടത്? തമ്പുരാന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. കുറവുള്ള ഞാൻ, പരിമിതിയുള്ള ഞാൻ, ഒത്തിരി പോരായ്മയുള്ള ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണ്ടും വീണ്ടും കരുണയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം. ഈ നിമിഷങ്ങളിൽ എല്ലാ മകനും മകളും തിരിച്ചറിയട്ടെ,
തമ്പുരാന്റെ സാന്നിധ്യത്തിലായിരിക്കണം. നമ്മൾ കുറവും പരിമിതിയും പോരായ്മയുള്ളവരാണ്. ആ പോരായ്മ ഞാൻ ആദ്യം അംഗീകരിക്കണം. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയണം. എന്നിട്ട് എന്റെ ദൈവമാണ് എന്റെ കുറവുകളിലേക്ക്, എന്റെ പോരായ്മകളിലേക്ക്, എന്റെ പ്രിയപ്പെട്ടവരുടെ പോരായ്മകളിലേക്ക് നീ കരുണയോടെ നോക്കണമേ എന്ന് പറഞ്ഞ് തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി കരം കൂപ്പണം. പ്രിയപ്പെട്ട വിലാപങ്ങളുടെ പുസ്തകം വീണ്ടും വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മള് മക്കൾക്ക് വേണ്ടി പോലും, മക്കളുടെ കുറവുകൾക്ക് വേണ്ടി അമ്മ അപ്പൻ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വചനം പറഞ്ഞത് ഇങ്ങനെയാണ്: സിയോൻ പുത്രി കർത്താവിനോട്. വിലാപങ്ങളുടെ പുസ്തകം 2:18-19. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക. ഉറക്ക നിലവിളിക്കുന്നതിൽ കാര്യമുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള വിലാപം അത്രയും ശക്തമായിട്ട് ഉയരണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. ഉറക്ക നിലവിളിക്കുക. സിയോൻ പുത്രി ഉറക്ക നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്. പ്രാർത്ഥനയില് മന്ദത പാടില്ലാന്ന്, മരവിപ്പ് പാടില്ലാന്ന്. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ കനിവ് ആവശ്യമുള്ളവര് തീ പോലെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. തീ പോലെ പ്രാർത്ഥിക്കണം, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അനുഗ്രഹത്തിന് വേണ്ടി ശരിക്കും ദാഹത്തോടെ പ്രാർത്ഥിക്കണം. കണ്ണുകൾക്ക് നീ വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി, നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങൾ ഓരോ മകനും മകളും അറിയട്ടെ, നമ്മുടെയൊക്കെ മക്കളും നാൽക്കവലകളിൽ ഈ ഒരു കാലയളവിൽ തളർന്നു വീഴുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ചില മക്കളുടെ വീഴ്ചകള് നിരന്തരം ഈ ആത്മീയ ശുശ്രൂഷയിൽ വ്യാപരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒത്തിരി വീഴ്ചകൾ നമ്മുടെ മക്കൾക്ക് നാം അറിയാതെ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കാലയളവ് ജാഗ്രതയുടെ ഒരു കാലയളവാണ്. മാതാപിതാക്കൾ, വെളിച്ചമുള്ള മാതാപിതാക്കൾ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമല്ല, തിരുസഭയെ പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ മിശിഹ ശിരസ്സാകുന്ന ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളായ നമ്മള് സ്വന്തം സഹോദരങ്ങളെ പോലെ, സ്വന്തം മക്കളെ പോലെ ഓരോ ആത്മാക്കളെ കണ്ടിട്ടുടങ്ങിയാൽ നമുക്ക് കരുതലോടെ കരം പിടിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ടെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് വിളിച്ച ചെറിയ നിമിഷങ്ങളില് ഈ ഒരു തീഷ്ണതയോടെ എന്റെ പ്രിയപ്പെട്ട മകനും മകൾക്ക് വേണ്ടി മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന അനേക ആത്മാക്കൾക്ക് വേണ്ടി കരം പിടിക്കാൻ കർത്താവിലേക്ക് കൃപ തരട്ടെ. ആത്മോധനോടെ രണ്ട് കരങ്ങൾ ഉയർത്തി ജീവിക്കണേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം, അതിന്റെ 2-ാമത്തെ തിരുവചനം. കാരുണ്യം ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയിൽ ഒക്കെ നിറയാൻ വീണ്ടും ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാവേണ്ട വലിയൊരു മനോഭാവം ഈശോ ഇങ്ങനെ പറയുകയാണ്, ദൈവവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഈശോ വളരെ വ്യക്തമായി, ദൈവവചനം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുക: ആത്മാവിൽ എളിമ, ആത്മാവിൽ എളിമ, ആത്മാവിൽ എളിമ, അനുതാപം. വചനം ശ്രമിക്കുമ്പോഴുള്ള ആ വിറയൽ. എന്താ അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ദൈവത്തിലേക്ക് അല്പം കൂടി ഹൃദയപൂർവ്വം ജീവിതത്തെ തുറന്നു വെക്കണം. അനുഗ്രഹം ആഗ്രഹിക്കുന്ന എല്ലാവരും തമ്പുരാന്റെ സന്നിധിയിൽ മറിയത്തെ പോലെ എളിമയിലേക്ക് വളരാൻ പരിശ്രമിക്കണം. ഹൃദയത്തിലെ പോരായിക, പാപത്തിന്റെ സ്വാധീനം മനസ്സിലാക്കി അതിനെ ഓർമ്മിച്ച് അനുദവിക്കണം. എൻ്റെ കുറവിനെ ഓർത്ത് ഞാൻ അനുദവിക്കണം. ദൈവവചനം എന്നെ വിറവിളിക്കാനോ അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനത്തിന് ഞാൻ ജീവിതം സമർപ്പിക്കണം. ശ്രദ്ധാപൂർവം വചനം പാലിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം. അത്രമാത്രം വിലയുണ്ട് ദൈവവചനത്തിനെന്ന് വളരെ വ്യക്തമായി
ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഓരോ മകനും മകളും കർത്താവിന്റെ സന്നിധി ശാന്തതയോടെ തങ്ങളുടെ ജീവിതാവസ്ഥകളെ ഓർമ്മിക്കട്ടെ. ഏതവസ്ഥയിലാണ് ഞാൻ? നിന്റെ സ്ഥിതി എന്താ ഇന്ന്? ഏത് സ്ഥിതിയിലൂടെ നീ കടന്നു പോകുന്ന? ഏത് സ്ഥിതിയാ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും മാനുഷികതയുടെ ആ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണെങ്കിൽ അനുഗ്രഹത്തിലേക്ക് ഉള്ള വഴിയിലല്ല നീ. ശാന്തമാകാനും നിൽക്കാനും തമ്പുരാനിലേക്ക് തിരിയാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഏതു നേരമാണ് എന്റെ തമ്പുരാൻ, നിന്റെ സമയം കഴിഞ്ഞു, സമയം അടുത്തു, ദൈവമിതാന്ന് പറയുന്ന ഒരു സമയം വരെ കാത്തു നിൽക്കരുത് മാനസാന്തരത്തിന് വേണ്ടി. അതിനപ്പുറം ഇന്ന് ഇത് കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് തരുന്ന വലിയ ക്ഷണം ആണെന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധിയിലേക്ക്, ദൈവവചനത്തിലേക്ക് എന്റെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ പറ്റിയാൽ അത് ദൈവം എനിക്ക് നൽകിയ വലിയ കൃപയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ആ അനുഭവത്തോടെ ഓരോ മകനും മകളും പ്രാർത്ഥനയിൽ സജീവമാകാൻ ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥനയിൽ സജീവമാകാൻ ആഗ്രഹിക്കട്ടെ. സിസ്റ്റർ ഫൗസ്റ്റീന ഈ ഒരു കാലയളവിൽ നമ്മൾ ഒത്തിരി ധ്യാനിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിശുദ്ധയാണ്. സിസ്റ്റർ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിലൂടെ അച്ഛൻ ഈ ദിനങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കടന്നുപോയപ്പോൾ അവൾ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ദർശനമുണ്ട്. അവൾ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: പ്രാർത്ഥന എല്ലാ ആത്മാക്കൾക്കും കർത്താവിലേക്ക് വളരാൻ ഏറ്റവും വേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ 3-4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ കർത്താവിനോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ആത്മാക്കളുണ്ട്. അല്ലാതെ കൃപയും വെളിച്ചവും കിട്ടിയ ആത്മാക്കൾ, വിശുദ്ധർക്കടുത്ത പുണ്യത്തോടെ വീരോചിതമായ പുണ്യങ്ങളോടെ ജീവിക്കാൻ കൃപ കിട്ടിയ മനുഷ്യർ. അവരെ കുറിച്ച് പുണ്യവതി ഇങ്ങനെ പറയുകയാണ്: അങ്ങനെ വീരോചിതമായ ദൈവകൃപയിൽ അനുഗ്രഹത്തോടെ ജീവിക്കാൻ കൃപ കിട്ടിയ മനുഷ്യർ അവരുടെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ദൈവത്തിന്റെ പ്രത്യേക സ്നേഹത്താൽ വിശുദ്ധർക്കടുത്ത അഭിഷേകത്തോടെ അത്രയും നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്ന ചില ജീവിതങ്ങൾ നമുക്കറിയാം. അത്രയും നിഷ്കളങ്കമായ ശ്രദ്ധയോടെ. അല്ലെങ്കിൽ അത് മനസ്സിലാകണമെങ്കിൽ അൽഫോൻസാമയെ പോലെ, കൊച്ചുദസ്യയെ പോലെ, നമുക്കറിയാവുന്ന മറ്റു വിശുദ്ധരെ പോലെ ശ്രദ്ധാപൂർവ്വം ഈ ഭൂമിയിലെ ഈശോയ്ക്ക് മുഴുവൻ വിലയും കൊടുത്ത് സകലത്തിന്റെ സമയങ്ങളിലും ഒന്നും കുറ്റം പറയാതെ, ഒത്തിരി മറ്റുള്ളവരുടെ റിജക്ഷനും തുപ്പലും ഒക്കെ കിട്ടുമ്പോഴും ശാന്തമായി താങ്ക് യു കേട്ടോ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കുറ്റത്തിന് പോലും നമ്മളെ വിധിക്കാതെ കടന്നു പോകുന്ന വിശുദ്ധാത്മാക്കളുടെ പുണ്യത്തിന്റെ കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അത്തരം ജീവിതങ്ങൾക്ക് പുണ്യവതി പറയുകയാണ്, അത്തരം ജീവിതങ്ങൾ ആ കൃപയിൽ വീണ്ടും വീണ്ടും വളർന്നു പോകാൻ അവർ സജീവമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ കൃപയുടെ അഭിഷേകം അവരിൽ നിന്ന് മറയപ്പെടും. പതുക്കെ അവര് നമ്മളെ പോലെ ആകും. അതുകൊണ്ട് കൃപ കിട്ടിയവര് എന്താ ചെയ്യേണ്ടത്? കൃപ കിട്ടിയെന്നുള്ള ആ ഒരു സന്തോഷത്തോടെ കിടന്നുറങ്ങാണ് വേണ്ടത്. അവര് കൂടുതൽ തീഷ്ണമായി, കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കണം, കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു സ്റ്റേജിലുള്ള ആത്മാക്കളെ ഫൗസ്റ്റീന ഇങ്ങനെ പറയുകയാണ്: ദൈവകൃപയിൽ നിരന്തരം വളരണമെന്ന് നിരന്തരം ആഗ്രഹിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ്. ദൈവത്തിന്റെ സന്തോഷം അല്ലാതെ മറ്റൊന്നും വേണ്ട, എന്റെ സന്തോഷമോ സുഖാനുഭവങ്ങളോ അല്ല, എന്റെ ഈ ഭൂമിയിലുള്ള നേട്ടങ്ങളോ അംഗീകാരമോ അല്ല, ദൈവികമായ കാര്യങ്ങളിലായിരിക്കണം എന്റെ ശ്രദ്ധ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ്. നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ അങ്ങനെ ഒരു തീഷ്ണത, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവിക കാര്യങ്ങളിലായിരിക്കണം എന്റെ ശ്രദ്ധ, ദൈവം ആഗ്രഹിക്കാത്ത ഒന്നും വേണ്ട ഒരു കുടുംബത്തിന് എന്നൊക്കെ ചിന്തിക്കുന്ന വില കൂടിയ ആത്മാക്കൾ. അങ്ങനെ വില കൂടിയ ആത്മാക്കൾ എന്ത് ചെയ്യണം? നമ്മളൊക്കെ വില കൂടിയ ആത്മാക്കളായിട്ട് മാറേണ്ടല്ലോ കേട്ടോ. നമ്മളൊന്ന് തീരെ കുറഞ്ഞു വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അന്ന് അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ആരും പറയരുത്. മൊത്തം പറഞ്ഞ് തീരാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ തീഷ്ണതയോടുകൂടി ജീവിക്കണമെന്ന് ദാഹത്തോടെ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ എന്ത് ചെയ്യണം? അതിൽ വളരണമെങ്കിൽ വീണ്ടും ഫസ്റ്റ് പറയാണ്, അവരും ശക്തമായി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ആ ആഗ്രഹമൊക്കെ പൊടിയായിട്ട് പോകും. നമ്മൾ ലോകത്തിന്റെ സാധാരണ കാര്യങ്ങളും പണത്തിന്റെ ആർത്തിയും സൗകര്യങ്ങളുടെ പിന്നാലെയും ലോകത്തിന്റെ ഇത്ര സന്തോഷങ്ങളുടെ പിന്നാലെയും അംഗീകാരത്തിന്റെ പിന്നാലെയും ഒക്കെ ഓടാൻ സാധ്യതയുണ്ട്. നമ്മൾ തീഷ്ണമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഫൗസ്റ്റീന പറയുന്ന മറ്റൊരു സമൂഹം, ഈ അടുത്ത് മാനസാന്തരപ്പെട്ട ഒരു സമൂഹം എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ടു, കർത്താവിന്റെ പ്രത്യേക പ്രകാശം പെട്ടെന്ന് കിട്ടി, അതിലൂടെ പെട്ടെന്ന് രൂപാന്തരപ്പെട്ടു, നവീകരിക്കപ്പെട്ടു. അപ്പം വഴികളിലെ കുറവുകളൊക്കെ അവർ മനസ്സിലായി. അതാണ് മാനസാന്തരപ്പെട്ട ഒരു ആത്മാവ്. ഈ മാനസാന്തരപ്പെട്ട ഒരു ആത്മാവ് പുണ്യവതി പറയാണ്, ആ മാനസാന്തരത്തിന്റെ ആത്മീയ അനുഭവത്തിൽ നിലനിൽക്കണമെങ്കിൽ അവള് നന്നായി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ അവസ്ഥ നമുക്ക് എന്താണെന്ന് ഏകദേശം അറിയാം, നമ്മുടെ പ്രവർത്തന പരിചയമുണ്ട്.
നമുക്കറിയാം, ഒരാവേശത്തോടെ ധ്യാനത്തിനൊക്കെ പോയി ധ്യാനം കൂടിയപ്പോഴത്തേക്ക് അല്ല, അന്ന് വരെ പള്ളി പോകാത്ത ആള് പിറ്റേ ദിവസം വന്നിട്ട് എന്താ പറയുന്നത്? എടീ നമുക്ക് എല്ലാ ദിവസവും പള്ളി പോകണം. നമ്മളിങ്ങനെ വിചിത്രമായിട്ട് നമുക്ക് ആരെയത് പറയുന്നതല്ലേ, ആരെയത് പറയുന്നത്? ഇത്രയും നാള് ഞായറാഴ്ച ഒന്നും കാണാത്ത ആള് ഒരു ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പം ആവേശത്തോടെ വെളിച്ചം അയാളുടെ ഹൃദയത്തിൽ തട്ടി ആൾക്ക് മനസ്സിലായി ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്ന വഴി തെറ്റാണെന്ന്. അപ്പൊ ജീവിത പങ്കാളി വിളിക്കുകയാണ്, വാശിയോടെ മക്കളെ വിളിക്കുകയാണ്, മക്കളെ പാടാ മക്കളെ, രാവിലെ 5:30 എഴുന്നേൽക്കുന്നു, പള്ളി പോകുന്നു, എന്തൊരു ആവേശം, കരുണകൊന്ത ചെല്ലുന്നു, നിർത്താതെ ജപമാല ചെല്ലുന്നു. ഇതാണ് മാനസാന്തരപ്പെട്ട ആത്മാവിന്റെ വലിയ ആദ്യ സ്നേഹം. അത് ഒത്തിരി നല്ലതുമാണ്. പക്ഷെ പുണ്യവര് പറയാണ്, ഈ ആദ്യ സ്നേഹത്തിന്റെ ആവേശത്തിൽ നിൽക്കണമെങ്കിൽ ആവേശത്തോടെ നന്നായി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഈ ആദ്യാവേശം, ആ തണുപ്പ്, മഴ, കാറ്റ്, കാൽവേന, മുറ്റുവേന ഒക്കെ വരുമ്പം എടി നീ പൊക്കോ, ഇന്ന് എനിക്കൊരു ക്ഷീണമാണ്, നാളെ നിങ്ങൾ കുഞ്ഞുങ്ങൾ പൊക്കോ, എനിക്ക് 2 പേർക്ക് ക്ഷീണമാണ്, നിങ്ങൾ പോയാലും കുഴപ്പമില്ല, ഞായറാഴ്ചക്ക് പോയാൽ മതി കേട്ടോ. എന്തുകൊണ്ടാ? പ്രാർത്ഥനയുടെ തീഷ്ണത. പതുക്കെ പോയി കൃപ ഇങ്ങനെ ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ച് നിന്നാൽ തീഷ്ണതയൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. മാനസാന്തരപ്പെട്ട ഒരു ആത്മാവ് അതിൽ നിലനിൽക്കണമെങ്കിൽ എന്ന് പുണ്യവര് പറയാം. ഇനി വലിയൊരു സാധ്യത, അത് ഞാൻ വല്ലാതെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പുണ്യവര് പറഞ്ഞ ഒരു കാര്യം അതിനെ വല്ലാതെ ഹൃദയത്തിൽ തൊട്ടു. പുണ്യവര് പറയാണ്, പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ആത്മാവ്, പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ആത്മാവ് രക്ഷപ്പെടത്തില്ലാന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവും പ്രാർത്ഥിക്കണമെന്ന്. അയാളെങ്ങനെ പ്രാർത്ഥിക്കണമെന്നായിരിക്കും നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത്. അയാളെങ്ങനെ പ്രാർത്ഥിക്കണം, അയാളെങ്ങനെ പ്രാർത്ഥിക്കും? പക്ഷെ പുണ്യവര് പറയാണ്, പ്രിയപ്പെട്ടവരെ, അയാളും അവളും അല്ലെ അയാൾക്ക് വേണ്ടി അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാൽ അയാൾക്ക് മാനസാന്തരപ്പെടാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. വലിയൊരു സാധ്യതയുണ്ട്. ഏതൊരു പാപിക്കും അവസാന സമയം വരെയും തിരിച്ചു വരാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുവാണെങ്കിൽ, ദൈവത്തിന്റെ ഒരു ശക്തി കാറ്റ് അതിലൂടെ കടന്നു പോയാൽ ഏത് നമ്മളൊക്കെ എഴുതി തള്ളിയ ആത്മാക്കൾ പോലും തമ്പുരാനിലേക്ക് തിരിയാൻ കാരണമാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് വളരെ ശക്തമായ പ്രചോദനമായിട്ട് മാറട്ടെ. നമുക്ക് എല്ലാവർക്കും വിലയുള്ള ആത്മാക്കളായിട്ട് മാറേണ്ടവർ നമ്മളെല്ലാവരും. തമ്പുരാന്റെ സന്നദ്ധിയിൽ സ്വർഗത്തിൽ മാതാവിനെയൊക്കെ കാണുന്ന ആഗ്രഹമുണ്ട്. അതോടെ മാതാവിനെ പടത്തി കണ്ടാൽ മതിയാവും, അല്പസമയം ഇങ്ങനെ പടത്തി കണ്ടാൽ മതിയാവും. അടുത്ത് കാണണമെന്ന് ആഗ്രഹമില്ലേ? ഈശോയെ ദിവ്യകാലത്തിൽ കാണുന്നത് നമുക്ക് സ്വർഗത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? തിരുസഭ ദൈവത്തെ പൂർണ്ണ സാന്നിധ്യത്തോടെ, ദൈവത്തെ മുഖാമുഖം കാണാനുള്ള വലിയ ഭാഗ്യം, എന്നേക്ക് ദൈവത്തോട് ഒപ്പമായിരിക്കാനുള്ള മഹാഭാഗ്യം, അതാണ് സ്വർഗം നീട്ടുന്ന വലിയ സൗഭാഗ്യമെങ്കിൽ ആ ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ പ്രാർത്ഥനയുടെ ചൂട് പോരാ, ഇപ്പോഴുള്ള പ്രാർത്ഥനയുടെ അഭിഷേകം പോരാ. ഇപ്പോഴുള്ള അഭിഷേകം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ചാറ്റമഴയ്ക്ക് പോകാൻ സാധ്യതയുള്ള അഭിഷേകമാണ്. പലതും തിരിഞ്ഞോ? വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, വളരെ നന്നായി സജീവമായി പ്രാർത്ഥിച്ച, എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോയി ദൈവിക കാര്യങ്ങൾക്ക് കൃത്യമായ പങ്കാളിത്തം കൊടുത്ത് വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു കുടുംബം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു ചെറു സംഭവം പറയുന്നേ ഉള്ളൂ, വളരെ ശക്തമായിട്ട്. പക്ഷെ ആ ദിവസങ്ങളിൽ ചാറ്റമഴയുടെ കൂടെ അല്പം സെന്റിമീറ്റർ കൂടുതലുള്ള ഒരു മഴയും കൂടി അവരുടെ ജീവിത പരിസരത്ത് പെയ്തു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും പറഞ്ഞ സമയങ്ങളുണ്ടല്ലോ. ചാറ്റമഴ വേമാലിന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലേ? മനസ്സിലാവത്തില്ലേ? ആ വീട്ടിലടിക്കുന്ന ചില ചാറ്റമഴകള്, ചില മഴപ്പെയ്ത്തുകള് അല്ലേ, അത് ഒന്നിച്ച് വന്നു. ചാറ്റമഴ പിന്നാലെ അത് മഴ തിമിർത്തു. മഴ തിമിർത്തപ്പം ഇത്രയും പ്രാർത്ഥിച്ച് തീഷ്ണമായിട്ട് ജീവിച്ച ആ വീടും പെട്ടെന്ന് ഒലഞ്ഞിട്ട് അവിടെ ഉള്ളവര് പരസ്പരം നോക്കി പറഞ്ഞു, ഇനി പോണ്ട, പ്രാർത്ഥിക്കാൻ മേല. ആകെ നിരാശ മൂടല്, കാർമേഘം ഉരുണ്ടുകൂടി, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റാതെ തളർന്നു. ഈ സങ്കടമായിട്ട് ഈ കുടുംബം എന്നെ വിളിച്ചു. ഞാൻ ചെന്നിട്ട് കുറേ സമയം അവരോടൊപ്പം ഇരുന്ന് ആ കാര്യങ്ങളെല്ലാം കേട്ടു. ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. ശേഷം അവരോടൊരു കാര്യം പറഞ്ഞു, കൃപ പോരാ. എന്തിനുള്ളത്? ചാറ്റമഴ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുള്ളൂ, മഴയെ അതിജീവിക്കാനുള്ളത് ഇല്ലായിരുന്നു.
അപ്പൊ പേമാരി വന്നാലോ? പേമാരി വന്നില്ല. മഴ അതിജീവിക്കാനുള്ള ശക്തി ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അത്രയും തീഷ്ണമായിട്ട് ജീവിച്ചൊരു കുടുംബം. എല്ലാ ദിവസവും എല്ലാ മക്കളടക്കം ഒന്നിച്ച് പള്ളിയിൽ പോകുന്ന, ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന, ഒന്നിച്ച് ദൈവിക കാര്യങ്ങളിൽ താല്പര്യത്തോടെ ഇടപെടുന്ന, അവരുടെ ടൂറും പ്രോഗ്രാമുകളും ഒക്കെ പോലും ദൈവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥലങ്ങൾ അവർ എപ്പോഴും എടുക്കുന്ന, അത്രയും സജീവമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് മഴ വന്നപ്പം താങ്ങാൻ ശക്തി കിട്ടാതെ പോയതെങ്കിൽ, അങ്ങനെ ഒരു തീഷ്ണത ഇല്ലാത്ത എൻ്റെ ആത്മാവിന് ഞാൻ നിലനിൽക്കുന്നതിന്റെ കാരണം എന്നെ ദൈവം കരുണയോടെ നോക്കുന്നതിന്റെ ഭാഗമായി ചാറ്റമഴ പോലും വീഴിക്കാതെ എന്റെ വീടിനെ, കൂടാരത്തെ സൂക്ഷിക്കുക കേട്ടോ. ചാറ്റമഴ പെയ്താൽ കാര്യം പന്തികേടാകും. ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥ ഒന്നും അല്ല. പിന്നെ പള്ളി കയറത്തില്ലെന്ന് മാത്രമല്ല, ദൈവികമായ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെല്ലാം പരിഹസിക്കാൻ തുടങ്ങും. അതൊക്കെ തട്ടിപ്പാന്ന് പറയാൻ തുടങ്ങും. അതൊക്കെ കാണാൻ